രാവിലെ തന്നെ നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ശ്രീതും തമ്മിൽ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കാര്യമെന്ന് പറയുന്നത് ഒരു ചായയുടെ പ്രശ്നമാണ്. അതായത് രാവിലത്തെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ ശേഷം ചായ ആർക്കും കിട്ടിയില്ലെന്നാണ് ശ്രീതുവിൻ്റെ പരാതി. എന്തുകൊണ്ട് ചായ ഇട്ടില്ലെന്നാണ് ചോദിക്കുന്നത്. കാര്യം നമ്മുടെ ജിൻഡോയും ടീമുമാണ് കിച്ചൺ ടീം. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള സിബിൻ ഓൾറെഡി വയ്യ, നമ്മുടെ ജാസ്മിന് വയ്യ, പിന്നെ ഉള്ളത് നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുമാണ് അല്ലേ. ബാക്കി ഇത്രയും പേർക്കും അവർ രണ്ട് വേണം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും ഒന്നി അവർ ടീം മാറ്റുകയോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഒന്നും രണ്ട് പേരെയും കൂടെ ആ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല രാവിലെ ചായ ആർക്കും കിട്ടിയില്ലെന്ന് പറയുന്ന കാര്യം അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മാത്രമല്ല എപ്പോഴും ഈ ഒരു സോങ്ങിന് ശേഷം ചായ ആർക്കും കൊടുക്കാറില്ലെന്നാണ് നമ്മുടെ ജിൻഡോ പറയുന്നത്. അപ്പോൾ ശ്രീതു പറയുന്നു, ഞങ്ങളുടെ ടീം കിച്ചൺ ടീം ആയിരുന്നപ്പോൾ ഞങ്ങൾ രാവിലെ ഈ ഒരു മോർണിംഗ് സോങ് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ചായ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തമാശ രൂപത്തിൽ തുടങ്ങിയതാണെങ്കിൽ പിന്നീട് അതങ്ങ് സീരിയസ് ആയി. ഇപ്പോൾ നമ്മുടെ ജിൻഡോ ക്യാപ്റ്റനായ ശ്രീതുവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ. കാര്യം ശ്രീതുവിനെതിരെ പറയാനായിട്ട്. എന്തായാലും അടുത്തൊരു ഇരയായിട്ട് എനിക്ക് തോന്നുന്നു ശ്രീതു നമ്മുടെ ജിൻഡോയുടെ ഒരു അടുത്ത ഇരയായിട്ട് മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീതുവിൻ്റെ പുറക്കെയാണ് നമ്മുടെ ശ്രീരേഖയൊക്കെ പറയുന്നു വിട്ടുകള പോട്ടെന്ന്. അപ്പം ജിൻഡോ പറയുന്നില്ല, ഞാൻ നോക്കി നടക്കുവാണ് അവർക്കിട്ട് പണി കൊടുക്കാനെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീധുവിനൊരു പണി ഉറപ്പാണെന്ന് തോന്നുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടാസ്കിൽ ജാസ്മിനും അതുപോലെ തന്നെ സിബിനും ഈ ഒരു ടീമിന് വേണ്ടി ഗെയിം കളിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതിന് പകരം ക്യാപ്റ്റനായ ശ്രീധു ആണെന്ന് തോന്നുന്നു നമ്മുടെ ജിൻഡോയുടെ കൂടെയും അൻസിബയുടെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നത്. എന്തായാലും തൻ്റെ ക്യാപ്റ്റൻസി നല്ലതുപോലെ കൈകാര്യം ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ നമ്മൾ ശ്രീധുനുണ്ട് കേട്ടോ. എല്ലാവരോടും എല്ലാ കാര്യം ചോദിക്കുകയും എല്ലാവരുടെ പുറകെ നടന്ന എല്ലാ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഈ ക്യാപ്റ്റൻസി കഴിയുമ്പോഴത്തേക്ക് ശ്രീധുവിന് പണിയാകാനും ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.